ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ആണ്. ഇത് പിന്നെ കണ്ടില്ലേ, നമ്മുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഏകദേശം 20ഓളം ആൾക്കാരുണ്ട് കളിക്കാനായിട്ട്. ഇന്ന് നമ്മൾ ടീമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഇവിടെ പിന്നെ കണ്ടില്ലേ 5 ടീമുണ്ട്. ഒരു ടീമിൽ 4 ആൾക്കാരാണ് ഉള്ളത്. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ നമ്മുടെ ഗ്രാനിയുടെ ടീമാണ്, അതായത് പ്രേതങ്ങളുടെ ടീം. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് അവഞ്ചേഴ്സിൻ്റെ കിഡ്സിൻ്റെ ടീമാണ്. പിന്നെ ബ്രെയിൻ റോട്ട്സിൻ്റെ ടീം, പിന്നെ ഷിൻചാൻ്റെ ഫ്രണ്ട്സിൻ്റെ ടീം, ഇത് ഷിൻചാൻ്റെ ടീം. എല്ലാ ടീമിലും 4 ആൾക്കാരാണ് ഉള്ളത്. ഇതിലിപ്പോൾ ഏത് ടീമാണ് ജയിക്കണമെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോകുന്ന ഈ ഒരു ലൊക്കേഷനിലാട്ടാ. നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടാൽ മനസ്സിലാവും. ഇതേതാ ലൊക്കേഷൻ എന്ന് മനസ്സിലായാലൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടു നോക്ക്. ഈ 4 വീടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഏട്ടാ, അവർ സമ്മതിച്ചില്ല. പുറത്ത് മാത്രമേ ഒളിച്ചിരിക്കാൻ പറ്റൂ. എന്നാലും പുറത്തൊത്തിരി സ്ഥലമുണ്ട് ഏട്ടാ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടെ നമ്മൾ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏട്ടാ. അത്യാവശ്യം വലിയ സ്ഥലമാണിത്. എന്നാൽ നമുക്ക് കളിക്കാം. എല്ലാവരും റെഡിയല്ലേ? പിന്നെ ഞാൻ 200 വരെയായിട്ടാ എണ്ണുന്നേ. ആരും കള്ളക്കളി കാണിക്കല്ലേ. റെഡിയാണെങ്കിൽ നോക്കിപ്പോൾ കളിക്കാം. ഓക്കെ, നോക്കിപ്പോൾ കളിക്കാം എല്ലാവർക്കും. ഞാനെന്നാൽ എണ്ണുന്ന സ്ഥലത്തോട്ട് പോട്ടെ. അതിനു മുമ്പേ ഈ വീഡിയോ ഇതുവരേക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. ഞാൻ 200 വരെയാണ് എണ്ണാൻ പോകുന്നത്. അവർ എവിടെയൊക്കെ പോയി കളിക്കുമെന്ന് ആർക്കറിയാം. നമുക്ക് എന്നാലും പോയി എണ്ണാം. ഇവിടെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് ഇവിടെ പോയി എണ്ണിയാലേ. ഈ സ്ഥലം നല്ലതായിരിക്കും. എന്നാൽ ഞാൻ ഇവിടെ പോയി എണ്ണട്ടെ. എൻ്റെ മുകളിൽ കയറില്ലേ? എണ്ണാം. 1 2 3. ഞാനങ്ങനെ എണ്ണിക്കഴിഞ്ഞട്ടാ. അവരെ പോയി നമുക്കൊന്ന് തപ്പി നോക്കാം. ഇനിയിപ്പം നമുക്ക് എല്ലാവരെയും പോയിട്ട് തപ്പി നോക്കാം. ഇതിലാരാ ജയിക്കണമെന്ന് നോക്കി നോക്കാം. ആദ്യം നമുക്ക് എങ്ങോട്ട് പോകണം? ആദ്യം നോക്കി വീട്ടിലോട്ട് പോവാം. ഇത് പിന്നെ അത്ര വലിയ വീടാണെന്ന് തോന്നുന്നില്ല കേട്ടാ. ഇവിടെ പിന്നെ ഗ്യാരേജൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഓപ്പൺ ആവുന്നില്ല കേട്ടാ. അതിൻ്റെ ഓണർ ഇത് പൂട്ടിയിട്ടേ. എന്നാൽ പിന്നെ നമുക്ക് പുറത്ത് തന്നെ നോക്കി നോക്കാം. ഈ വീടിൻ്റെ ഡിസൈനില്ലേ, അത് എൻ്റെ വീടിൻ്റെ പോലെ ഉണ്ട് കേട്ടാ. എൻ്റെ വീടിൻ്റെ എൻട്രൻസും ഏകദേശം ഇതുപോലാട്ടാ. ഒരു മിനിറ്റ്, ഇതാ മറ്റേ ബാലറീന അല്ലേ? ബാലറീന കാപ്പുച്ചീന. നമ്മളങ്ങനെ ബാലറീനയെ കണ്ടുപിടിച്ചു കേട്ടാ. ഫസ്റ്റ് അവളെയാണ് കണ്ടുപിടിച്ചത്. നമുക്ക് ബാക്കിയുള്ളവരെയും കണ്ടുപിടിക്കാം. ഈ ഭാഗത്ത് ആരെങ്കിലും ഒളിച്ചിരിക്കണ്ട. ഇവിടെ ആരാ ഉള്ളത്? ഇതാ മറ്റേ മസാവോ ആണ്. നമ്മളങ്ങനെ മസാവോനെയും കണ്ടുപിടിച്ചു. ഈ വീടിൻ്റെ ഡിസൈൻ എൻ്റെ പോലെ ഉണ്ട് കേട്ടാ. എൻ്റെ വീട്ടിലും ഇതുപോലത്തെ ബാൽക്കണിയുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ഏതായാലും അടിയിലേക്ക് പോവാം. വീടിൻ്റെ അകത്ത് കയറാൻ പറ്റില്ലല്ലോ. നമുക്ക് അടിയിൽ പോയി നോക്കി നോക്കാം. ഇതാ മറ്റേ ചോപ്പിൻ്റെ ഏരിയയാണ്. ഇവിടെയാണ് ചോപ്പിൻ്റെ വീടൊക്കെ ഉണ്ടാവാറ്. ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഇത് പിന്നെ ഗ്രാൻഡ് ബേയാണ്. നമ്മൾ ഗ്രാൻഡ് ബേയെയും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് പോവാ? നമുക്ക് മുമ്പിലേക്ക് തന്നെ പോവാം. ഈ സൈഡൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടെ അയൺമാൻ്റെ കിഡൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ അയൺമാൻ്റെ കിഡിനെയും കണ്ടുപിടിച്ചു. ഈ വീട്ടിൽ നിന്ന് വേറെ ആരും ഇല്ലെന്നാണ് തോന്നണേ. ഈ വീട്ടിലിപ്പം നമ്മൾ എല്ലാവരെയും കണ്ടുപിടിച്ച് കാണും. ഒരു മിനിറ്റ്, അവിടെ മുകളിൽ ആരും ഉണ്ടല്ലോ. അവിടെ ആരോ നിൽക്കുന്നുണ്ട് കേട്ടാ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മേളിലൊന്ന് നോക്കി വെക്കാം. ഇവിടെ നിന്ന് എനിക്ക് ശരിക്കും കാണാനില്ലേ, നന്നായിട്ട് ക്ലിയർ ആകണില്ല. നമുക്ക് മേളിൽ കയറി നോക്കി വെക്കാം. ഓക്കെ, നമ്മളങ്ങനെ മേളിൽ കയറിയൊക്കെയാണ്. ഈ ഭാഗത്തായിരുന്നു നിൽക്കണ്ടായിരുന്നേ. ഇത് പിന്നെ നമ്മുടെ ഡോറേമോനാണേ. ഡോറേമോനായിരുന്നു ഇവിടെ നിൽക്കണ്ടായിരുന്നേ. എനിക്ക് അടിയിൽ നിന്ന് ശരിക്കും കാണാനില്ല. എന്തൊട്ടായാലും നമ്മൾ ആ വീട് മൊത്തം സെർച്ച് ചെയ്തു. അവിടെ നിന്ന് 5 ആൾക്കാരെ കിട്ടിയേ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കില്ലേ ഈ വീട്ടിലേക്ക് പോവാം. ഇതും അത്യാവശ്യത്തിന് വലിയൊരു മാൻഷനാണേ. ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്കിനി ഈ ഭാഗവും മൊത്തത്തിൽ സെർച്ച് ചെയ്യാം. ഇവിടെ പിന്നെ ഒരു ഗ്യാരേജ് ഉണ്ട്. ഗ്യാരേജ് ലോക്കായിരിക്കും. ഇത് കണ്ടില്ലേ, ഗ്രാനി ഇവിടെ നിൽക്കണ്ട കേട്ടാ.
നമ്മൾ ഗ്രാനിനെയും കണ്ടുപിടിച്ചു, ഗ്രാൻഡ്പാനെയും കണ്ടുപിടിച്ചു, ഭാര്യയും ഭർത്താവിനെയും കണ്ടുപിടിച്ചു.